ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും കരുണാസമ്പന്നനുമായ ദൈവമേ, അവിടുന്ന് മനുഷ്യമക്കളെ എത്ര അധികമായി സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ ഓരോ നിമിഷവും ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. കരുണ്യവാനായ കർത്താവെ, അവിടുത്തെ ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന, പരിപാലിക്കുന്ന കരം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി സദാസമയം ഈശോയുടെ പക്കൽ മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും സമൃദ്ധമായി ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ സമൂഹങ്ങളെയും എല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മ ഈശോയോട് പ്രത്യേക മാധ്യസ്ഥം വഹിക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ മണിക്കൂറിൽ ദണ്ഡവിമോചനത്തെക്കുറിച്ചാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും എത്ര അധികമായി സ്നേഹിക്കുന്നു. ഒരാത്മാവ് പോലും നശിച്ചു പോകാതെ സ്വർഗത്തിലെത്തിക്കണം എന്നുള്ള ഈശോയുടെ അത്യധികമായ ആഗ്രഹത്താൽ നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ദണ്ഡവിമോചനം. ദണ്ഡവിമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ ശുദ്ധീകരാത്മാക്കളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, നമ്മൾ ഓരോ മാസവും ഓരോ വിശുദ്ധരെ നമ്മൾ ഓർക്കാറുണ്ട്. മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പ് പിതാവ്, മെയ് മാസം പരിശുദ്ധ അമ്മ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയം, ജൂലൈ മാസം തിരുരക്തം, നവംബർ മാസം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തീർച്ചയും തീരുമാനവുമുള്ള ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും മരണമുണ്ട് എന്നുള്ളത്. ജനിച്ചാൽ നമ്മളെല്ലാവരും മരിക്കും. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനും ഔട്ടായിട്ടുണ്ട്. ഈശോ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഔട്ടായിട്ടുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-40 വരെയുള്ള തിരുവചനങ്ങൾ, ആ 6 കാര്യങ്ങൾ, ആ കാരുണ്യ പ്രവൃത്തികൾ. എനിക്ക് വിശന്നു, ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രത്യുത്തരിച്ചു എന്നാണ് ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നും നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നിന്ന് ഒരിക്കലും ഇത്ര നാളായിട്ട് എൻ്റെ വീട്ടിൽ നിന്നും ആരും മരിച്ചു പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണോ എന്ന് നമുക്കറിയില്ല. ശുദ്ധീകരണത്തിലാണോ അതോ സ്വർഗത്തിലേക്ക് കയറിപ്പോയോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? 30-ാം ചരമദിനം നമ്മൾ ആഘോഷമായിട്ട് ഘോഷിക്കും. 1-ാം ചരമവാർഷികം എല്ലാവരെയും വിളിച്ച് വളരെ ആഘോഷപ്പെടും. 2-ാം ചരമവാർഷികം അത്രയും നമ്മൾ ഘോഷിച്ചില്ലെങ്കിലും നമ്മൾ ഓർക്കും, കുർബാന അർപ്പിക്കും, കുറച്ച് പേരെയൊക്കെ വിളിക്കും. 3-ാം ചരമവാർഷികം അതുപോലെയൊക്കെ 4, 5, 6, 7 വർഷങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അവരെ കയറ്റി വിടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മിലൂടെ രക്ഷപ്പെടേണ്ടവരും നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലെത്തിച്ചെങ്കിൽ മാത്രമേ ഈശോ നമ്മളെയും സ്വർഗത്തിലെത്തിക്കുകയുള്ളൂ. ഇങ്ങനെ പറയുന്നതൊക്കെ, ഒരിക്കലും ഒരു മനുഷ്യൻ മരിച്ച് ശുദ്ധീകരണത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്നും അർപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഈശോ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈശോയോട് പരാതിപ്പെട്ടു, അതെന്താ ഈശോ എനിക്ക് കിട്ടുന്ന പ്രാർത്ഥന എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നിന്നിലൂടെ രക്ഷപ്പെടേണ്ട കുറേ ആത്മാക്കളുണ്ടായിരുന്നു, പക്ഷെ നീ ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നിനക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ശുദ്ധീകരണത്തിൽ കടന്ന വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്ന് മറ്റു നിന്നാൽ നമുക്കും രക്ഷ കിട്ടുകയില്ല. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. ശുദ്ധീകരണത്തിലെ ടൈമിങ്ങിനെ കുറിച്ചും അവിടുത്തെ ചൂടിനെ കുറിച്ചൊക്കെ ഡോഗ്മ ഓഫ് പർഗട്ടറി എന്നുള്ള ഒരു പുസ്തകത്തിൽ ഫ്രാൻസിസ്കൻസ് എടുത്തിരിക്കുന്നതാണ്. 3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ശുദ്ധീകരണത്തിലെ ടൈമിങ്ങിനെ കുറിച്ചും അവിടുത്തെ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ചൊക്കെ. 1 ഫാദർ ഷൂപ്പെ പറഞ്ഞിരിക്കുന്നതാണ് ശുദ്ധീകരണത്തിലെ ടൈമിങ്ങിനെ കുറിച്ച്. ദ ഡോഗ്മ ഓഫ് പർഗട്ടറി 1785 വിശുദ്ധ അന്റോണിയോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം വളരെ ദൈവഭക്തിയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഭയങ്കര അസുഖമാണ്, വേദനയും
ശിരസ് മുതൽ പാദം വരെ എല്ലാവിധത്തിലും വേദനയും ഭയങ്കര കഷ്ടപ്പാടുകളാണ്. സഹിച്ച് മടുത്തു. അപ്പോൾ അദ്ദേഹം കാവൽ മാലാഖയോട് പരാതി പറഞ്ഞു, എൻ്റെ കാവൽ മാലാഖയെ ഞാൻ സഹിച്ച് മടുത്തു, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് എന്നെ ഒന്ന് മരിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കാവൽ മാലാഖ എന്ന് ഈശോയോട് പറഞ്ഞു. ഈശോ പറഞ്ഞു, അവൻ 2 ഓപ്ഷൻ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ അവൻ 3 ദിവസം ശുദ്ധീകരണത്തിൽ കിടക്കണം, അല്ലെങ്കിൽ 1 വർഷം കൂടി ഭൂമിയിൽ ഈ സഹനമെല്ലാം സഹിച്ച് അവൻ്റെ ശുദ്ധീകരണം കഴിഞ്ഞ് അവനെ കയറ്റിക്കൊണ്ട് പോകാം. അപ്പോൾ മാലാഖ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ചാടി പറഞ്ഞു, 3 ദിവസം ശുദ്ധീകരണത്തിൽ കിടന്നാൽ മതിയല്ലോ, അതോടെ എൻ്റെ വേദന തീരുമല്ലോ, എന്നെ അങ്ങ് മരിപ്പിച്ചേക്കാൻ പറഞ്ഞു. കാവൽ മാലാഖ പറഞ്ഞു, നീ മരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവനെ മരിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അവനോട് 3 ദിവസമല്ലേ കാവൽ മാലാഖ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ്, മാലാഖ നീ എന്നോട് ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യരുതായിരുന്നു, നീ എന്നോട് 3 ദിവസമെന്നല്ലേ പറഞ്ഞത്, ഇപ്പം എത്ര നാളായി ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. മാലാഖ ചോദിച്ചു, എത്ര നാളായി? വർഷങ്ങളായില്ലേ ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മാലാഖ പറഞ്ഞു, മോനെ നീ മരിച്ചിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല, നിന്റെ ശരീരത്തിൽ നിന്നും ചൂട് അങ്ങോട്ട് മാറുന്നതേ ഉള്ളൂ, നിന്റെ ഫ്യൂണറിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, മാലാഖ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ഓപ്ഷൻ തെറ്റിപ്പോയി, എന്നെ ഭൂമിയിലേക്ക് അയക്കണമേ, ഞാൻ എത്ര വർഷം വേണമെങ്കിലും ഞാൻ ഭൂമിയിൽ കിടന്നുകൊള്ളാം. അപ്പോൾ ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതായത് 1 നിമിഷം 1 വർഷം പോലെയും 1 മണിക്കൂർ വർഷങ്ങൾ പോലെയുമൊക്കെയാണ് ശുദ്ധീകരണത്തിലെ ചൂട്. അത്രയ്ക്ക് മാത്രം അസഹനീയമാണെന്നാണ് പറയുന്നത്. അതുപോലെ അവിടുത്തെ ടൈമിങ് നമ്മളോട് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ 1 വർഷമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഫാദർ റൊസിഗ്നോളി എന്നുള്ള ഒരു വൈദികൻ പറഞ്ഞിരിക്കുന്നതാണ്. 2 ഉറ്റ സ്നേഹിതന്മാർ, വൈദികരാണ്, ഒരു വലിയ സ്നേഹിതരാണ്. അപ്പോൾ അവർക്കൊരു ദർശനം കിട്ടി, തങ്ങളിൽ ഒരാൾ ആദ്യം മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ കൂട്ടുകാരനായ അച്ഛന് എത്രയും വേഗം ഒരു ദിവ്യബലി അർപ്പിച്ചാൽ അദ്ദേഹം ശുദ്ധീകരണത്തിൽ നിന്നും കയറിപ്പോകും. അപ്പോൾ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഞാനാ മരിക്കുന്നതെങ്കിൽ നീ എനിക്ക് വേണ്ടി കുർബാന അർപ്പിക്കണം. അപ്പോൾ പരസ്പരം പറഞ്ഞു. കഴിക്കുമ്പോൾ അവരിൽ ഒരാൾ മരിച്ചെന്ന് അറിഞ്ഞ ക്ഷണം തന്നെ അദ്ദേഹം ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തേജോമയനായിട്ട് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, എന്നാലും നീ എത്ര താമസിച്ചാണ് എനിക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ചത്. കൂട്ടുകാരൻ ചോദിച്ചു, താമസിച്ചു പോയോ? നീ മരിച്ചെന്നറിഞ്ഞ ഉടനെ ഒരു 5 മിനിറ്റ് താമസിച്ചുള്ളൂ, അപ്പോൾ തന്നെ ഞാൻ ദിവ്യബലി അർപ്പിച്ചല്ലോ, ഞാൻ എന്തുപോലെ താമസിച്ചതാണ് നീ പറയുന്നത്? 1 വർഷം കഴിഞ്ഞാണ് നീ എനിക്ക് വേണ്ടി കുർബാന അർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അപ്പോൾ തന്നെ കുർബാന അർപ്പിച്ചു. അപ്പോൾ ശുദ്ധീകരണത്തിലെ ചൂട്. അദ്ദേഹം പറയാണ്, നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അശ്രദ്ധമായിട്ടിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും, പ്രസംഗത്തിൻ്റെ സമയത്ത് മോണ്ടലത്തിലേക്ക് ഇറങ്ങി വഴിയിലേക്ക് നോക്കിയിരിക്കുന്നതും, ഫോൺ ടച്ച് ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതും എല്ലാം, അതിനെല്ലാം ഈശോ നമ്മളോട് കണക്ക് ചോദിക്കും. അതിനെല്ലാം നമ്മൾ ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആ 5 മിനിറ്റ് വർഷങ്ങളായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പാടില്ലാത്ത ചൂടാണ് ശുദ്ധീകരണത്തിലെന്നാണ് പറയുന്നത്. 3-ാമത്തെ ഒരു ഉദാഹരണം ഫ്രാൻസിസ് അസീസിയുടെ ആ സമൂഹത്തിൽ സംഭവിച്ചാണ്. അവിടെ ഏതെങ്കിലും ഒരു അച്ഛൻ മരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ കുറിയിടും, ഒരച്ഛന് കുറി കിട്ടും. അദ്ദേഹം 3 ദിവ്യബലി ആ മരിച്ചുപോയ അച്ഛന് വേണ്ടി അർപ്പിക്കണം, സമൂഹത്തിലെ അംഗത്തിന് അർപ്പിക്കണം. അപ്പോൾ അവിടെ വളരെ വിശുദ്ധനായി ജീവിച്ചിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. എല്ലാവരും കൂടി അതിനെ വിളിച്ചിരുന്നത് ആഞ്ചലിക്കൂസ്, മാലാഹ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കൊണ്ട് അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ആഞ്ചലിക്കൂസ് അദ്ദേഹം പെട്ടെന്ന് അങ്ങ് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കാൻ വേണ്ടി കുറിയിട്ടപ്പോൾ കിട്ടിയത് വളരെ പണ്ഡിതനായ, തിയോളജിയിലൊക്കെ ഡോക്ടറേറ്റുള്ളൊക്കെയുള്ള ഒരു പ്രശസ്തനായ പണ്ഡിതനായ ഒരു അച്ഛനായിരുന്നു. അച്ഛനോർത്തു, ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായിട്ടുള്ള അച്ഛനാണ്, പിന്നെ ഞാനെന്തിനാ ഇതിന് ദിവ്യബലി അർപ്പിക്കണ്ടേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നോർത്തുകൊണ്ട് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തീക്കകത്ത് പൊതിഞ്ഞ് ഈ ആഞ്ചലിക്കൂസ് മാലാഖ ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, മാസ്റ്റർ എന്നോട് കരുണ കാണിക്കണേ. അപ്പോൾ ചോദിച്ചു, ആഞ്ചലിക്കൂസ് നീ എന്തായി പറയുന്നത്, നിന്നോട് കരുണ കാണിക്കണമെന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി 3 ദിവ്യബലി അർപ്പിക്കാമെന്ന് ഏറ്റിരുന്നല്ലോ, അത് അർപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ ശുദ്ധീകരണത്തിൽ നിന്ന് കയറിപ്പോകാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ ദിവ്യബലിയുടെ പ്രാധാന്യം അദ്ദേഹം പറയാണ്, ദൈവം നീതിമാനാണ്,
നമ്മുടെ അവസാനത്തെ ചില്ലി കാശും കൊടുത്തു വീട്ടുന്നത് വരെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരും. അവിടുത്തെ ചൂട് അസഹനീയമായ ചൂടാണ്. വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്, വിധി ദിവസം വരെ ലോകത്തിലെ സകല യാതനകളും അനുഭവിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ദിവസം കിടക്കുന്നതിനേക്കാൾ ഭേദം. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, ആ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിസ്പർശം എത്ര ചെറുതായിരുന്നാലും ലോകത്തിലെ സകല യാതനകളെക്കാൾ ഭയാനകമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുമ്പോൾ അവർ കടന്ന് വേദനിക്കുകയാണ്. നമുക്കറിയാം, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയാൽ അവർ നിസ്സഹായരായിട്ട് അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ തിരുസഭയ്ക്ക് 3 ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, അത് ഒന്ന് വിജയസഭ, ഒന്ന് സമരസഭ, ഒന്ന് സഹനസഭ. വിജയസഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് എല്ലാ കഷ്ടതകളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി സഹിച്ച് സ്വർഗത്തിൽ എത്തിച്ചിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട വിശുദ്ധ ചാവറ പിതാവ്, എവുപ്രാസ്യാമ്മ, അൽഫോൻസാമ്മ, മറിയന്ത്രസ്യാമ്മ, അങ്ങനെയുള്ള വിശുദ്ധ ഈ ലോകത്ത് ജീവിച്ച് സ്വർഗത്തിലെത്തിയിരിക്കുന്നത് അവരെല്ലാമാണ് വിജയസഭയിലുള്ളവർ. ഈ ലോകത്തിലെ കഷ്ടതകളെല്ലാം ഈശോയ്ക്ക് വേണ്ടി സഹിച്ചു. ഇനി ഒരു കൂട്ടരുണ്ട്, ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ കഷ്ടതകളും അവശതകളും എല്ലാം ഉണ്ടാകുമ്പോൾ അതിനോടെല്ലാം സമരം ചെയ്ത് പോകും. അതാണ് നമ്മൾ സമരസഭയിലുള്ളവർ. ഇനി വേറെ സഹനസഭയിലുള്ളവർ ശുദ്ധീരാത്മാക്കളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, അവർക്ക് സഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അവരിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കൂട്ടരും കൂടി ഒരുമിച്ച് വരുന്ന ഒരു വേദിയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഡിവൈൻ ആക്ഷൻ. ബലിവസ്തുവും ബലി അർപ്പകനും ഈശോ തന്നെയാണ്. അപ്പോൾ അവിടെ വിജയസഭയിലുള്ളവരെല്ലാം അൾത്താരയിലുണ്ട്. അവർക്ക് ഒരു വൈദികൻ്റെ ദർശനം കിട്ടിയതാണ് പോലെ വിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ അമ്മ കുർബാന അർപ്പിക്കുന്ന വൈദികൻ്റെ വലതുവശത്ത് മുഴുവൻ സമയം മുട്ടുകുത്തി നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. സ്വർഗം മുഴുവനും അവിടെയുണ്ട്. ഈശോ അർപ്പിക്കുന്ന ബലിയിൽ, വൈദികൻ അർപ്പിക്കുന്ന ബലിയിൽ സ്വർഗം മുഴുവൻ അവിടെയുണ്ട്. സമരസഭയിലുള്ള നമ്മൾ ഈ ഹൈക്കലയിൽ നമ്മൾ നിൽക്കുന്ന അവിടെയുണ്ട്. സഹനസഭയിലുള്ള ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയുടെ അൽത്താരയുടെ ചൂട്ടിൽ വന്നിപ്പോഴുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കൂട്ടരും കൂടെ ഒരുമിച്ച് വരുന്ന പരമപരിശുദ്ധമായൊരു വേദിയാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ഒത്തിരി ആത്മാക്കളെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുമ്പോൾ അവരെ കയറ്റിവിടാൻ സാധിക്കും. അപ്പോൾ ഈ വിശുദ്ധിരാത്മാക്കളെല്ലാം നമ്മുടെ പ്രാർത്ഥന വളരെയധികമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ കയറ്റി വിടുവാൻ നമുക്കും വളരെയധികം കടമയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടനെ തന്നെ അതിനെ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ശുദ്ധീകരണ സ്ഥലമാകുന്ന പാറാവിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സുഖമായി ഉറങ്ങാൻ കഴിയും? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കുറച്ച് ശുദ്ധിരാത്മാക്കൾ വന്ന് ജോൺ മരിയ വിയാനി അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു. അച്ഛൻ പ്രസംഗം പറയുമ്പോൾ ഈ കാര്യം ഒന്ന് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ ഒരു കാര്യം ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശുദ്ധിരാത്മാക്കളുടെ സങ്കടമാണ്. അവർ അച്ഛനോട് പറയാണ്, അച്ഛനിത് പ്രസംഗത്തിൽ പറയണം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പ്രസംഗത്തിലെ ഹൃദയസ്പർശിയായ ഭാഗം ശുദ്ധിരാത്മാക്കൾ പറയുന്നതായി വിവരിക്കുന്നു. ഓ എൻ്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. ക്രൂരമായ വേർപിരിയലാണത്. ദൈവനീതിയിൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നുള്ളത്. എൻ്റെ മക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാവുമോ? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ അഗ്നി കിടക്കയിൽ വിട്ടിട്ട് നിങ്ങൾക്കെങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാവും? രാവും പകലും ഞങ്ങളിവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. എന്നിട്ട് ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ, ഒരു വിശുദ്ധ ബലിയില്ലാതെ ഞങ്ങളുടെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾക്കാകും. പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു. ഓ, എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! ഇപ്പോൾ ശുദ്ധിരാത്മാക്കളുടെ ഏറ്റവും വലിയ വേദന ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ അവരുടെ ആ വേദന ശമിപ്പിക്കാൻ ഭൂമിയിലായിരിക്കും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, സഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെ നമ്മൾ അവരെ രക്ഷിക്കാൻ സാധിക്കും? അത് ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന, വിശുദ്ധ ബലിയിൽ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ഒരിക്കൽ വിശുദ്ധ പാദ്രി പിയോയുടെ അടുക്കൽ ഒരു ശുദ്ധിരാത്മാവ് വന്നിട്ട് പറഞ്ഞു, ഒരു ദിവ്യബലിയും കൂടെ അർപ്പിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകും, ഒരു ദിവ്യബലി അർപ്പിക്കാമോ? അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, ഇന്നത്തെ ദിവ്യബലി ഞാൻ അർപ്പിച്ചു കഴിഞ്ഞല്ലോ, നാളെ ഞാൻ അർപ്പിക്കാം പറഞ്ഞു. അപ്പോൾ ആത്മാവ് പറയാണ്, യു ആർ സോ ക്രൂവൽ, യു ആർ സോ ക്രൂവൽ. നിങ്ങൾക്ക് ഒരു ബലിയും കൂടി അർപ്പിക്കാൻ പറ്റില്ലല്ലേ? ഇന്നും കൂടെ ഞാൻ ഈ വേദന സഹിക്കണമല്ലേ? കാരണം അത്രയ്ക്ക് കഠോരമാണ് അവിടുത്തെ വേദന. അപ്പോൾ ആത്മാവിൻ്റെ നിസ്സഹായ സ്ഥിതി കണ്ടുകൊണ്ട് വിശുദ്ധൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ദിവ്യബലി അർപ്പിക്കാം കേട്ടോ. അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു. ഉടനെ തന്നെ ഈ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ ദിവ്യബലിയുടെ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കും. ദിവ്യബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് ഗ്രിഗോറിയൻ കുർബാന, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞാൽ 30 ദിവസം തുടർച്ചയായിട്ട് ഒരു വൈദികൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അർപ്പിക്കുന്ന ദിവ്യബലിയാണ്. അത് നല്ല ചിലവുണ്ട്, 7500 രൂപയെ മറ്റാണ് വില. അപ്പോൾ അത് വിശുദ്ധ ഗ്രിഗറി എന്ന മാർപ്പാപ്പയാണ് തുടങ്ങിയത്. അതിനാണ് അദ്ദേഹത്തിൻ്റെ പേരോടുകൂടി ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പൈസ കൊടുത്ത് നമുക്ക് ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് 30 ദിവസം തുടർച്ചയായിട്ട് ദിവ്യബലിയിൽ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഗ്രിഗോറിയൻ കുർബാനയുടെ ഫലം കിട്ടും. പിന്നെ ഇഷ്ടം പോലെ ജപമാല, കുരിശിൻ്റെ വഴി, കരുണക്കൊന്ത, ദാനധർമ്മം, തീർത്ഥാടനം, പരിത്യാഗ പ്രവർത്തികൾ, ഇവയെല്ലാം ചെയ്ത് ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. അവരെ കയറ്റിവിടുവാൻ നമുക്ക് അങ്ങേയറ്റം ശ്രമിക്കാം. ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ അമൂല്യമായ രക്തം കൊടുത്ത് വീണ്ടെടുത്ത ആത്മാക്കൾ എൻ്റെ വലതുഭാഗത്തിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ശുദ്ധീകരണത്തിൽ അധികം നാൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു തുറക്കുന്നുണ്ട്. ഒരു രാജാവിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി എന്തോ ആൾക്കാരെല്ലാം കൂടി അദ്ദേഹത്തോടുള്ള അസൂയ കൊണ്ട് തെറ്റായ ഇതെല്ലാം പറഞ്ഞു അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും വന്ന് ഇവൻ്റെ കൂട്ടുകാരെങ്കിലും വന്ന് ഇവനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വന്ന് ഇവനെ ജാമ്യത്തിലിറക്കി. അതുപോലെ ഈശോയും ആഗ്രഹിക്കുന്നുണ്ട്, ഈ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ഇവരെ ഒന്ന് കയറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ. ഈശോ പറയാണ്, ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഞാൻ നിഷ്ഫലമാക്കില്ല, ഞാൻ എത്രയും വേഗം ഉത്തരം വരണം. അപ്പോൾ ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കണം, കയറ്റിക്കൊണ്ട് പോകണമെന്ന്. മാതാവും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരെ നമ്മൾ കയറ്റി വിടുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വിശുദ്ധരുണ്ടാവുകയാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം, ഒരു പുസ്തകത്തിൽ വായിച്ചൊരു ഉദാഹരണമാണ്. ഫ്രാൻസിൽ ജെയിൻ മാരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. അവളിങ്ങനെ ഒരു വീട്ടുവേലയ്ക്ക് നിൽക്കുകയാണ്. ഒരു വീട്ടിൽ എല്ലാ ഞായറാഴ്ച പള്ളി പോകും. ഒരിക്കലും അവൾ ഞായറാഴ്ച പള്ളി ചെന്നപ്പോൾ ഒരു പ്രസംഗം കേട്ടു. ഇങ്ങനെ ശുദ്ധീകരണത്തിൽ പല തട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പാപം ചെയ്തിട്ട് അവസാനം അനുഭവിച്ചവരൊക്കെ അടി തട്ടി വരും. അങ്ങനെ കയറി വിശുദ്ധീകരിച്ച് വരുമ്പോൾ ഏറ്റവും മുകളിലെത്തും. അപ്പോൾ ഈ മുകളിലെത്തിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കുർബാനയും കൂടെ മതിയായിരിക്കും അവർ കയ്യിൽ കൊണ്ട് പോകാൻ. പക്ഷെ ആ ഒരു കുർബാന പോലും അർപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ കുറേ നാളുകൂടി പിന്നെയും കിടക്കും. അപ്പോൾ ഈ ജൈൻമാരി ഒരു തീരുമാനമെടുത്തു, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന ഈ വേതനത്തിൽ നിന്നും ഒരു കുർബാന അർപ്പിക്കാൻ ഞാൻ കൊടുക്കും. അങ്ങനെ അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രാൻസിൽ ഒരു വലിയ ക്ഷാമമുണ്ടായി. ഇവൾക്കൊരു വലിയ രോഗവും വന്നു. അവിടെ ഹോസ്പിറ്റലിലായി. അവളുടെ പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നു. കുറച്ചുകൂടെ കൂടുതൽ ആ വീട്ടുകാർക്ക് അവൾ നിന്ന് വീട്ടിൽ അവർ യജമാനത്തെയും കൊടുത്തു. അങ്ങനെ അവളുടെ പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടമ്മ പറഞ്ഞു, മോളെ ജെയിൻമാരി, ഇനി നീ ഇവിടെ നിന്നാൽ നിനക്ക് പൈസ തരാൻ ഞങ്ങൾക്കില്ല, ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, നീ എവിടെയെങ്കിലും പോയി ഒരു ജോലി അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അവൾ സന്തോഷത്തോടെ, കാരണം ഇത്രയും പൈസ എനിക്ക് വേണ്ടി ചിലവാക്കിയതാണ്. അവളുടെ കയ്യിൽ ആ പാടെ ഉണ്ടായിരുന്ന ഒരു ഫ്രാങ്കാണ്, 10 രൂപ എന്ന് വേണേൽ പറയാം. അപ്പോൾ അവൾ വഴിയിലേക്ക് ഇറങ്ങിയാൽ ഈ ഒരു ഫ്രാങ്ക് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? അവൾ അവിടുത്തെ പള്ളിയിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ ആ പാടെ ഒരു ഫ്രാങ്കേ ഉള്ളൂ, അച്ഛൻ ഇതുകൊണ്ടൊരു ദിവ്യബലി അർപ്പിക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ സമ്മതിച്ചു. അവൾ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷം അവളുടെ കയ്യിൽ ഒന്നുമില്ലാതെ അവൾ വഴിയിലേക്ക് ഇറങ്ങി സങ്കടത്തോടെ ഇങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ ഒരു മനുഷ്യനെതിരെ വരുന്നുണ്ട്. ചോദിച്ചു, ചേച്ചി എന്താ ഇത്ര വിഷമിച്ച് നടക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്കൊരു ജോലി ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അവിടുത്തെ അമ്മച്ചി എന്ന് പറയുന്നത് കേട്ടു, അവിടെ ഒരു വേലക്കാരി ആവശ്യമുണ്ട്, ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ ചെന്നു കോളിംഗ് ബെൽ അടിച്ചു. അവിടുത്തെ അമ്മച്ചി ഇറങ്ങി വന്നു. ചോദിച്ചു, പറഞ്ഞു, ഇവിടെ ഒരു വേലക്കാരി വേണമെന്ന് പറയുന്നത് കേട്ടു, അതിനന്വേഷിച്ച് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട്ടമ്മ അങ്ങോട്ട് സ്തംഭിച്ചു പോയി. കാരണം അവിടുത്തെ വേലക്കാരി രാവിലെ പോയതേ ഉള്ളൂ. ആ അമ്മച്ചി മനസ്സിൽ ഓർത്തതേ ഉള്ളൂ, എനിക്കൊരു വേലക്കാരി കിട്ടിയിരുന്നെങ്കിൽ. ചോദിച്ചത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ വഴിയിൽ വെച്ചൊരു ചേട്ടന് കണ്ടതാണ്, പറഞ്ഞതാന്ന് പറഞ്ഞു. ആ അമ്മച്ചിക്ക് വലിയ സന്തോഷമായി, കയറി വരാൻ പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോയി. അവിടെ ചെന്നു റിസപ്ഷനിൽ അവിടെ കയറ്റിയിരുത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ ചേട്ടനാണ് എന്നോട് പറഞ്ഞത്, ഈ മോനാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു വേലക്കാരി ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ ഏക മകനായിരുന്നു, ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ഇവൾ കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, അതിൻ്റെ പ്രതിനിധി കാണിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്കൊരു വലിയ കടമയുണ്ട്. ശുദ്ധിരാത്മാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ അധികം നാൾ ശുദ്ധീകരണത്തിൽ കടത്താതെ നമുക്ക് പറ്റിയ പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് ജപമാലയൊക്കെ ചെയ്ത് വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിച്ച് അവരെ കയറ്റിക്കൊണ്ട് പോവുക. അവരുടെ വേദന അധികം നാൾ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദണ്ഡവിമാനത്തെക്കുറിച്ച് ഉടനെ അടുത്തതിനകത്ത് പറയുന്നതായിരിക്കും. ദണ്ഡവിമാനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ശുദ്ധിരാത്മാക്കളെക്കുറിച്ച് പറഞ്ഞെങ്കിലേ നമുക്ക് ദണ്ഡവിമാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.